നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിധി വന്നിരിക്കുന്നു. UDFന് മിന്നും വിജയം എന്നുള്ളതാണ്. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ഇതാദ്യമായി നിയമസഭയിലേക്ക് പോവുകയാണ്. നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പൂട്ടി ഇനി നിലമ്പൂരിനെ നയിക്കാനെത്തുന്നു. വരുന്ന 1.5 വർഷക്കാലം അദ്ദേഹമാകും നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടാവുക. വലിയ നേട്ടമാണ് UDFന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6 പഞ്ചായത്തുകളിൽ UDFന് വലിയ നേട്ടം. കരുളായിൽ മാത്രമാണ് അതും പ്രതീക്ഷിച്ച പോലെ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നേരിയ ഒരാശ്വാസമുള്ളത് LDFന് കരുളായിൽ മാത്രമാണ്. നഗരസഭയിലും LDFന് കാലിടറി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരമല്ല എന്നതാണ് M സ്വരാജ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ UDFന്റെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് അവിടെ അണികളും പ്രവർത്തകരും ഒക്കെയുള്ളവർ. അവർ പുലർച്ചെ മുതൽ തന്നെ ആഘോഷത്തിനായി തയ്യാറെടുപ്പുമായാണ് അവർ എത്തിയത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പിന്നിടുന്ന സമയത്ത് തന്നെ അവരുടെ ആഘോഷ പരിപാടികൾ അവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വലിയ ആഘോഷത്തിലേക്ക് നിലമ്പൂർ ജനത കടന്നിരിക്കുകയാണ്. അവർ ഈ വലിയ വിജയം UDFന് സമ്മാനിച്ചതിലൂടെ നൽകുന്ന സന്ദേശം എന്ത് എന്നൊക്കെയുള്ളത് നേതാക്കൾ ഇപ്പോൾ പ്രത്യേകിച്ച് UDFന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വ്യാഖ്യാനിക്കുന്നത് ഇത് ഭരണവിരുദ്ധ വികാരമാണ്, പിണറായി വിജയൻ രാജിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. ഏതായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന ആദ്യ പ്രതികരണം M സ്വരാജിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അല്പസമയം മുൻപ് A വിജയരാഘവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നു. പല ആവശ്യങ്ങളും പലർക്കും ഈ ഘട്ടത്തിൽ ഉന്നയിക്കാം എന്നതടക്കമൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണമായി വന്നത്. നിലമ്പൂരിൽ ഏതായാലും UDFനെ സംബന്ധിച്ചത് വലിയൊരു വിജയമാണ്. ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾ കൈയടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നെങ്കിൽ അവിടെയും ചരിത്രം കുറിച്ചുകൊണ്ടാണ് UDFന് വിജയം. കാരണം PV അൻവർ വിജയിക്കാൻ കഴിഞ്ഞില്ല, LDFനും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോയിരിക്കുന്നു. അവിടെ UDF വലിയ ഉണ്ടാക്കിയിരിക്കുന്നു. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും ഇത് വലിയ നേട്ടമാണ്, വലിയ രാഷ്ട്രീയ വിജയമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് എന്നതിൻ്റെ സന്ദേശം കൂടിയാണിതിപ്പോൾ.